കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നില്ല. മറിച്ച് കർത്താവിനെ ഇഷ്ടം ചെയ്ത് അവനെ അനുസരിച്ച് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. എക്സൽ മീഡിയ ഇന്നത്തെ ചിന്തയിലേക്ക് എല്ലാ പ്രിയമുള്ളവർക്കും സ്വാഗതം. ഇന്നത്തെ വചനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായമാണ്. പ്രൈസ് ലോർഡ്. ഈ 1-ാം അധ്യായം വായിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വാണിംഗ് തരുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ലേഖനങ്ങളുടെ പഠനമെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തോട് അടുപ്പിക്കുന്നതാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുപോലെ തന്നെ പത്രോസ് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിലും നമ്മൾ ആരാണെന്നും നമ്മളെ എങ്ങനെയാണ് വീണ്ടും ജനിച്ചതെന്നും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്നും നമ്മളിനി മുന്നോട്ട് എങ്ങനെ ജീവിച്ചാൽ നമ്മുടെ നിത്യത എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ നമുക്ക് നിത്യതയിൽ ലഭിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ഈ 1-ാം ലേഖനത്തിൽ, പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ ഞാൻ ചിന്തയ്ക്ക് എടുക്കുന്ന ഭാഗം അല്ലെങ്കിൽ ആ വാക്യം എന്ന് പറയുന്നത് 1-ന്റെ 15-ാമത്തെ തിരുവചനമാണ്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കൂ, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്, നിങ്ങളെ വിളിച്ച വിശുദ്ധൻ. ആരാണ് നമ്മളെ വിളിച്ചത്? ആമേൻ. ആ വ്യക്തിയുടെ ഗുണമാണ് പറയുന്നത്. അത് ഒന്നാമത് വിശുദ്ധനാണ്. ആമേൻ. നമുക്കറിയാം നമ്മളെ വിളിച്ച ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, വിശുദ്ധിയിൽ ഭയങ്കരനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആ ദൈവത്തിന്റെ മക്കളായി നമ്മൾ മാറിയപ്പോൾ, ആമേൻ, നമുക്ക് മുമ്പേ ഒരു ജീവിതം ഉണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് വരെ നമുക്ക് ഒരു ലൈഫ് ഉണ്ടായിരുന്നു. ആ ലൈഫ് അശുദ്ധിയായിരുന്നു. ആ ലൈഫിൽ നമ്മൾ കർത്താവിനെ കൂടാതെയുള്ളവരായിരുന്നു. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചത്. അപ്പോൾ തെറ്റേതാ ശരിയായതാ, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ള ആ ബോധ്യം നമുക്ക് ഉണ്ടായിട്ട് നമ്മൾ അത് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ, യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം, ആമേൻ, യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം, ആമേൻ, നമുക്ക് ഒരു പഴയ മാതൃക നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പഴയ ലൈഫിൽ നമുക്ക് നടക്കാൻ പറ്റില്ല. ആമേൻ. അങ്ങനെയുള്ള വ്യക്തികൾക്ക്, ആമേൻ, പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് ലേഖനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയുള്ളവർ എങ്ങനെ ജീവിക്കണം, ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം. അപ്പോൾ നമ്മളെ വിളിച്ച വ്യക്തിയുടെ ക്വാളിറ്റി എന്താണ്? വിശുദ്ധനായ ദൈവമാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ വിശുദ്ധനായ ദൈവത്തിന്റെ മക്കളായി നമ്മൾ മാറിയപ്പോൾ ആ ദൈവത്തിന്റെ ക്വാളിറ്റി നമ്മളിൽ വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ വിശുദ്ധനായ ദൈവമാണ് നമ്മളെ വിളിച്ചതെങ്കിൽ ആ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മുടെ നേരത്തെ ഉണ്ടായ നടപ്പിൽ നിന്നും നമ്മളെ വിടുവിച്ച ആ ദൈവത്തിൻ്റെ വിശുദ്ധിക്കൊത്തവണ്ണം നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതകാലത്തൊക്കെയും ആ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി വേണം. രണ്ടാമത് പറയുകയാണ്, അനുസരണമുള്ളവരായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് അനുസരിക്കുന്നത്? ഒരുപക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ആമേൻ. കാരണം നമ്മൾ മനുഷ്യരാണ്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി, നമ്മളൊരു പുതിയ വ്യക്തിയായി മാറി. അപ്പോൾ ഒരു പക്ഷേ പഴയ സ്വഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നാൽ ദൈവം പറയാണ്, അതിലേക്ക് പോകാതെ എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധീകരണം പ്രാപിച്ചും അതുപോലെ ദൈവത്തെ അനുസരിക്കുന്നവരായും തീരാനായിട്ട് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ അനുസരണമാണ് കർത്താവിനോടുള്ള സ്നേഹം എന്ന് മനസ്സിലാക്കാൻ കഴിയും, അല്ലേ? ഒരു അപ്പനെ മകൻ അനുസരിക്കുന്നത് ഭയം കൊണ്ടാവരുത്, മറിച്ച് എൻ്റെ അപ്പനാണെന്നുള്ള സ്നേഹവും റെസ്പെക്റ്റും കൊണ്ടായിരിക്കണം ഒരു മകൻ തൻ്റെ അപ്പനെ അനുസരിക്കുന്നത്. അതുപോലെ തന്നെയാണ്, ആമേൻ, ഹല്ലേലൂയ, ദൈവം, ആമേൻ, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മൾ അത് അനുസരിച്ചില്ലെങ്കിൽ ദൈവം കോപിക്കും എന്ന നിലയിലല്ല ദൈവത്തെ നമ്മൾ അനുസരിക്കേണ്ടത്. മറിച്ച് എൻ്റെ ദൈവത്തിനത് വിഷമാവും, ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ ദൈവം വിഷമിക്കും, ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഞാൻ ചെയ്യത്തില്ല എന്നുള്ള തീരുമാനത്തിലായിരിക്കണം ദൈവത്തിൻ്റെ വാക്കുകളെ നാം ഉൾക്കൊള്ളുകയും അനുസരിക്കുകയും അവനെ പിൻപറ്റുകയും ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ ലോകത്തിന്റെ അഴുക്കുകൾ പെടാതെ, മാലിന്യത്തിൽ പെടാതെ, ആമേൻ, ഹല്ലേലൂയ, മുന്നോട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ നമുക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എന്താണ്? ക്ഷയവും മാലിന്യം വാട്ടവും ഒന്നുമില്ലാത്ത, ആമേൻ, ഒരു അവകാശം നമുക്ക് സ്വർഗത്തിൽ കർത്താവ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ അവകാശം എല്ലാവർക്കും കിട്ടണമെന്നില്ല. ആമേൻ. കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രം അവകാശത്തിലേക്ക് നമ്മൾ എത്തുന്നില്ല, മറിച്ച് ആമേൻ, കർത്താവിനെ അറിഞ്ഞതിന് ശേഷം നമ്മുടെ നടപ്പ് എങ്ങനെയാണ്? ആ നടപ്പ്
ക്രിസ്തുവിനോട് കൂടെ ആണെങ്കിൽ മാത്രമേ അവനോടൊപ്പം നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരോടും എനിക്ക് പറയുവാനുള്ളത്, ആമേൻ, നമ്മൾ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് മാത്രം നമ്മുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകുന്നില്ല. മറിച്ച് കർത്താവിനെ ഇഷ്ടം ചെയ്ത് അവനെ അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിച്ച്, ആമേൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം കൊടുക്കുമ്പോഴാണ് നമ്മുടെ ലൈഫ്, ക്രിസ്തീയ ജീവിതം സക്സസ്ഫുൾ ആയി മാറുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഈ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ വചനത്തിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിച്ചാൽ തീർച്ചയായിട്ടും ആ അവകാശം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാക്കുവാനായിട്ട് കഴിയും. അതിനായിട്ട് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.